കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ അന്വേഷണം എങ്ങും എത്തിയില്ല. ഒരു മാസം പിന്നിട്ടിട്ടും ആരോപണ വിധേയരെ ചോദ്യം ചെയ്തിട്ട് പോലുമില്ല. സ്വതന്ത്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ നിവേദനം നൽകി. ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്നെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാനും എനിക്ക് അത്രയും അപമാനിച്ച് എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ടെന്ന് പോലും തോന്നുന്ന അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനും ജീവിക്കണം. കഴിഞ്ഞ മാസം 21-നാണ് പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷ് ആത്മഹത്യ ചെയ്തത്. പരവൂർ കോടതിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൽ ജലീൽ, APP ശ്യാംകൃഷ്ണ എന്നിവരിൽ നിന്നേറ്റ ശകാരവും അവഗണനയും പരിഹാസവും ജോലിയിലെ മാനസിക സമ്മർദ്ദവുമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ബന്ധുക്കളുടെ മൊഴി. ലോക്കൽ പോലീസ് അന്വേഷണത്തിനെതിരെ പരാതി ഉയർന്നതോടെ 24-ന് അന്വേഷണം സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറി. പക്ഷേ ക്രൈംബ്രാഞ്ചിനും മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. അനീഷയുടെ ഡയറി കുറിപ്പും ഓഡിയോ സന്ദേശങ്ങളും കിട്ടിയിട്ടും ആരോപണ വിധേയർക്കെതിരെ കാര്യമായ അന്വേഷണം ഉണ്ടായില്ലെന്നാണ് അനീഷയുടെ കുടുംബത്തിന്റെ പരാതി. അനീഷയുടെ സഹപ്രവർത്തകരായ 18 APP-മാരുടെ മൊഴിയെടുപ്പ് തുടരുകയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുമതി കിട്ടാനെടുത്ത കാലതാമസം, മൊബൈൽ, ലാപ്ടോപ്പ്, ഡയറി എന്നിവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുന്നതിലെ കാലതാമസം എന്നിവയാണ് അന്വേഷണം വൈകുന്നതിന് കാരണമായി ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുന്നത്. ആരോപണ വിധേയർക്ക് ലോക്കൽ പോലീസിൽ സ്വാധീനമുണ്ടെന്നും IPS ഉദ്യോഗസ്ഥനോ സ്വതന്ത്ര ഏജൻസിയോ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിക്ക് നിവേദനം നൽകി. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടും കേസെടുക്കാതെയാണ് ഒളിച്ചുകളി. അരുൺരാജ്, 24, കൊല്ലം.